ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് അടിപൊളി സെമി ഗ്രേവിയോട് കൂടിയ ബീഫ് കറിയാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതിനായിട്ട് 1.5 കിലോയോളം ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്. അപ്പോൾ ഇഞ്ചി അരിയണത് നമുക്ക് ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി വേണമെന്ന് വെച്ചാൽ ഇട്ടാൽ മതി, അത് നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഒരു 4 നല്ല എരിവുള്ള മുളക്, അതിന് ശേഷമായിട്ട് അവസാനമായിട്ട് 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ട് കൂടിയ ഫ്ലെയിമിൽ ഒരു 10 അല്ലെങ്കിൽ 12 വിസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വേവിക്കാൻ വെക്കേണ്ടത്. അപ്പോൾ അത് ആ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 7 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം. ഇഞ്ചിയുടെയൊക്കെ ഒന്ന് പച്ചമണം മാറണ വരെ ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 3 കഷ്ണം കറുകപ്പട്ടയും 5 ഏലക്കായും കൂടി ചേർക്കുക. അതോടൊപ്പം തന്നെ ഒരു 150 ഗ്രാമോളം ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. ചതച്ചതായാലും ചെറുതായിട്ട് അരിഞ്ഞതായാലും കുഴപ്പമില്ല. അത് സിമ്മിൽ വെച്ചിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ആവണ വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതാണ് 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ എരിവ് കുറഞ്ഞ മുളക് പൊടിയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളൊക്കെ നിങ്ങൾ ഇട്ട് കൊടുത്തോളൂ. അപ്പോൾ ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പൊടികളുടെയൊക്കെ ആ പച്ചക്കുത്തൊന്നും മാറണ വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ സിമ്മി വെച്ച് തന്നെ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചക്കുത്ത് മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ട് തക്കാളി ഒന്ന് ഉടയണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയൊക്കെ ഉടഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേവിച്ച് വെച്ച ബീഫ് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാ ബീഫ് കഷ്ണങ്ങളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേവിച്ച വെള്ളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൂടിയ ഫ്ലെയിമിൽ ഈ ചാറൊന്ന് വറ്റണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ബീഫിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് സിമ്മിലാക്കിയിട്ട് ഒന്ന് ഇത് കുറുക്കിയെടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സമയത്താണ് കേട്ടോ എരിവും ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം കറക്റ്റാണ് എരിവൊക്കെ. അപ്പോൾ ഒന്ന് സിമ്മിലാക്കിയിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്, ഒന്ന് കുറച്ചും കൂടി കുറുകാനുണ്ട് ഇത്. അപ്പോൾ നമ്മുടെ ചാറൊക്കെ കുറുകി ബീഫ് കറി സെറ്റായിട്ടുണ്ട്. ഈ ഒരു പരിവ് എത്തുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യണേക്കാളും മുമ്പ് ഇതിലോട്ടേക്ക് 1 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഇളക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ചോറിൻ്റെ കൂടെ ഒപ്പമായാലും അപ്പത്തിൻ്റെ കൂടെ ഒപ്പമായാലും കപ്പയുടെ ഒപ്പമായാലും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ എൻ്റെ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.